മാർഷൽ ഒരുപാട് വിഷയങ്ങളുണ്ട് നിലമ്പൂരിൽ വോട്ടിനെ സ്വാധീനിക്കാൻ അല്ലേ? ഒരു മാസമായിരുന്നു തെരഞ്ഞെടുപ്പ് സമയം. അതിൽ നിരവധി വിഷയങ്ങളുണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ദേശീയപാതയിലെ വിള്ളലായിരുന്നു. ഒരുപക്ഷെ പ്രതിപക്ഷത്തിന് വീണ് കിട്ടിയതെന്ന് വേണം നമുക്ക് പറയേണ്ടി വരും. ദേശീയപാത വിള്ളൽ അതൊരു രാഷ്ട്രീയ വിഷയമായിട്ട് നിലമ്പൂർ എത്തുകയാണ്. അതിന്റെ ഉത്തരവാദിത്വം ഏറ്റെടുക്കാൻ വേണ്ടി സംസ്ഥാന സർക്കാരും കേന്ദ്ര സർക്കാരും തയ്യാറാകുന്നില്ല. നേരത്തെ ദേശീയപാത മുഴുവൻ ഞങ്ങളുടേതാണ് എന്ന് പറഞ്ഞ് അവകാശം ഉന്നയിച്ചിരുന്ന CPM എവിടെ പോയി എന്നുള്ള ചോദ്യമായിരുന്നു മുസ്ലിം ലീഗും UDF-ഉം ഒരേപോലെ ചോദിച്ചത്. എന്തായാലും ഇന്ന് വരെ ദേശീയപാതയിൽ ആ വിള്ളൽ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട്. മറ്റൊന്ന് രാഹുൽ അൻവർ കൂടിക്കാഴ്ചയാണ്. അത് വളരെ കോളിളക്കം ഉണ്ടാക്കിയതാണ്. രാഹുലിന് സത്യത്തിൽ കുട്ടിയല്ലേ എന്ന് പറഞ്ഞ രമേശ് ചെന്നിത്തലയുടെ ഒരു കരുതലോടെയുള്ള ഒരു ശാസന കേൾക്കുന്നു. VD സതീശൻ പറയുന്നു രാഹുലിനെ പോലെ ജൂനിയറായ ആളാണ്. പ്രതിപക്ഷ നേതാവ് VD സതീശന്റെ നിർദ്ദേശത്തെ മറികടന്നുകൊണ്ടാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ രാത്രിയിൽ പോയി നിലമ്പൂരിലെ സ്ഥാനാർത്ഥിയെ കണ്ടത് എന്നുള്ള വിവാദം കൂടി ഉണ്ടായിരുന്നു. UDF-നകത്തായിരുന്നു ഇതൊരു ചെറിയ പ്രതിസന്ധി ഉണ്ടാക്കുന്നത്. മറ്റു പൊതുരാഷ്ട്രീയത്തെ ബാധിക്കുന്ന വിഷയമായിരുന്നില്ല അത്. മൂന്നാമത് നമ്മൾ നോക്കുന്നത് അൻവറിന്റെ പത്രിക തള്ളിയതാണ്. വെൽഫെയർ തൃണമൂൽ കോൺഗ്രസിലെ പൂവും പുല്ലും ഈ ഒരു ചിഹ്നത്തിന് വേണ്ടിയാണ് അദ്ദേഹം നിന്നത്. എന്നാൽ ആ ചിഹ്നം ഒഴിവാക്കാൻ വേണ്ടിയും ഓട്ടോറിക്ഷ കിട്ടാൻ വേണ്ടിയുമാണ് അദ്ദേഹം തന്റെ പത്രിക തള്ളാൻ വേണ്ടി നിന്നു എന്നുള്ളൊരു പ്രതിപക്ഷ ആരോപണം കൂടിയുണ്ട്. ഇത്രയും കാലത്തെ അനുഭവ സമ്പത്തുള്ള ആൾ എങ്ങനെ അതിലൊരു തെറ്റ് വരുത്തിയെന്ന് സ്വാഭാവികമായി ഉണ്ടാകുന്ന സംശയമാണ്. ശരി, അങ്ങനെ അദ്ദേഹം സ്വതന്ത്ര സ്ഥാനാർത്ഥിയെ അവിടെ മാറുകയാണ് ഉണ്ടായത്. ഒപ്പം നമുക്കറിയാം ഏറ്റവും പ്രധാനപ്പെട്ട ചർച്ചാ വിഷയമായത് അനന്തു എന്ന 15 വയസ്സുകാരൻ്റെ ഷോക്കേറ്റുള്ള മരണമാണ്. അതും പ്രത്യേകിച്ച് പന്നിക്കണിയിൽ വെച്ചിട്ടാണ്. അത് സ്വകാര്യ വ്യക്തിയാണ് അത് സ്ഥാപിച്ചത്. അതുകൊണ്ട് തന്നെ അതിന് സർക്കാരുമായി ബന്ധമില്ല. എന്നാൽ വനമന്ത്രി AK ശശീന്ദ്രന്റെ പ്രസ്താവന, വിവാദമായ ആ പ്രസ്താവനയാണ് ഏറ്റവും കൂടുതൽ രാഷ്ട്രീയ ചർച്ചയിലേക്ക് കൊണ്ടുവന്നത്. അത് മലപ്പുറത്ത് അപ്പോൾ തന്നെ പ്രതിഷേധം നടക്കുന്നു. ഇത് വോട്ട് തേടിയുള്ള ഒരു പ്രചരണമായിരുന്നു എന്നുള്ള വിവാദം ഉണ്ടായത്. മറ്റൊന്ന് വോട്ടുകാലത്തെ വിവാദങ്ങളിൽ ഏറ്റവും വലുത് ക്ഷേമ പെൻഷനാണ്. ആ ക്ഷേമ പെൻഷൻ സർക്കാർ അനുവദിച്ചത് നിലമ്പൂരിലെ വോട്ടിന് വേണ്ടിയാണെന്നുള്ള ആക്ഷേപമാണ് പ്രതിപക്ഷം ഏറ്റവും ഒടുവിൽ ഉന്നയിച്ചിട്ടുള്ളത്. 20-ാം തീയതി മുതൽ അത് കിട്ടിത്തുടങ്ങുകയാണ്. അത് ജനങ്ങളെ എങ്ങനെ സ്വാധീനിക്കുമെന്ന് നമുക്ക് കാത്തിരുന്നാണ്. പിന്നെയുള്ള ഒരു വിവാദം കുറച്ച് രസകരമായ ഒരു വിവാദമാണ്. സ്വരാജിന്റെ കാറുമായി ബന്ധപ്പെട്ട് അദ്ദേഹത്തിന്റെ പ്രതി അദ്ദേഹത്തിന്റെ ഭാര്യ വാങ്ങിയതാണ് എന്ന പ്രതികരണമൊക്കെ നമ്മൾ കേട്ടതാണ്. സ്വരാജിന്റെ കാറല്ല എന്നും അദ്ദേഹം പറയുന്നു, അദ്ദേഹത്തിന്റെ ഭാര്യയുടെ കാറാണ് എന്നുള്ളത്. ഏറ്റവും ഒടുവിൽ ഇതാ ജമാഅത്തെ PDP പിന്തുണയാണ്. ജമാഅത്തയുടെ പിന്തുണയുമായി ഒരു വിഭാഗവും PDP-യുടെ പിന്തുണയുമായി LDF-ഉം നിൽക്കുന്ന ഒരു സാധനമുണ്ട്. അപ്പോൾ ഇത്തരം വർഗീയ ന്യൂനപക്ഷ സംഘടനകളെന്ന് പഴി കേൾക്കുന്ന സംഘടനകളെ ഒപ്പം നിർത്തുന്നത് എങ്ങനെയാണ് എന്നുള്ളതാണ്. ഒടുവിൽ ബക്രീദിന്റെ അവധി അത് ഒരുപക്ഷെ വെള്ളിയാഴ്ച അവധി കൊടുക്കും, 8-ാം തീയതി കൊടുക്കണോ 9-ാം തീയതി കൊടുക്കണോ എന്നുള്ള സംശയമുണ്ടായിരുന്നു. ഒടുവിൽ സർക്കാർ പ്രതിഷേധം വന്നപ്പോൾ ശനിയാഴ്ച കൂടി അവധി നൽകുകയാണ് ചെയ്തത്. അത് വോട്ടിനെ സ്വാധീനിക്കാൻ വേണ്ടിയാണെന്ന് ഒരു വിഭാഗം പറയുന്നു. എന്നാൽ മറിച്ച് ഞങ്ങളുടെ ഇതുകൊണ്ടാണ് ഇത് സംഭവിച്ചത്. അതുതന്നെയാണ് സ്കൂൾ സമയ മാറ്റവും അതേപടി തന്നെ വിവാദമായിട്ടുള്ള മറ്റൊരു വിഷയമായിരുന്നു. ഇനി അവസാനമായി ഇതിന്റെ ഒരു ഇത് പൂർത്തീകരിക്കുന്നതായി നമുക്ക് കണക്കാക്കാവുന്ന ഒരു പെട്ടി വിവാദമാണ്. പാലക്കാട് നമ്മളൊരു ട്രോളി വിവാദമൊക്കെ കണ്ടാണ്. അതിന് സമാനം അല്ലെങ്കിൽ പോലും വീണ്ടും ഒരു പരിശോധന രാഹുൽ മാങ്കൂട്ടത്തിലും ഷാഫി പറമ്പിലും പൊട്ടിത്തെറിക്കുന്ന കാഴ്ച അല്ലേ? കാര്യം പാലക്കാട്ടെ പെട്ടിയുടെ അത്രയും വന്നില്ല. നിലമ്പൂരിലെ പെട്ടി എന്നുള്ളതാണ്. നിലമ്പൂരിലെ പെട്ടിക്കകത്ത് ഒന്നുമേ അത്ര വലിയ വിവാദങ്ങളൊന്നുമേ ആ പെട്ടിക്കകത്ത് ഉണ്ടായിരുന്നില്ല. ഒറ്റ ദിവസം കൊണ്ട് രാഹുൽ മാങ്കൂട്ടത്തിന്റെ പ്രതികരണം ഒറ്റ ദിവസം കൊണ്ട് തന്നെ ഇത് മാറിപ്പോയി എന്നുള്ളതാണ്. എന്തായാലും പെട്ടി വിവാദത്തിൽ തുടങ്ങി, സ്കൂൾ സമയമാറ്റം തുടങ്ങി, അങ്ങനെ നിരവധി വിഷയങ്ങളാണ് നിലമ്പൂരിൽ വന്നത്. ആ നിലമ്പൂരിൽ ഇത്തരം വിഷയങ്ങൾ വന്നതുകൊണ്ട് തന്നെ അതെല്ലാം വോട്ടാക്കി മാറ്റാൻ ആർക്ക് സാധിക്കും എന്നുള്ളതാണ് ഇനി അറിയേണ്ടത്.